മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. മര്യാദയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് കേൾക്കണ്ട. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇതിലും ഭേദം മറ്റേതായിരുന്നു. അവിടെ ഇരിപിള്ളേരാ അവിടെ ടീച്ചർ ഇവൻ ചുമ്മാ എന്നെ മുടി പിടിച്ച് വലിക്കുന്നു. ഇത് ക്ലാസ് ആണോ ചന്തയാണോ? ഇത് ക്ലാസ് ആണ് ടീച്ചർ. ഇനിയിപ്പോ ചന്തയാവോ എന്തോ. ടീച്ചർ ഇവൻ ക്ലാസ് ഇരുന്ന് ഫുഡ് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്നാ മതി. പറഞ്ഞത് കേട്ടോ. മുടിയും വെട്ടൂല, ക്ലാസ്സിലൊക്കെ വന്നോളും. ഓ എന്റെ അമ്മോ, ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റ്. അപ്പം നമ്മൾ ഇന്ന് നെക്സ്റ്റ് പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർ ഇന്ന് എക്സാം പേപ്പർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഉള്ളതാണ് ഇതിന് എക്സാം പേപ്പർ തരാൻ പറഞ്ഞത്. എനിക്കൊരു തലകറക്കം ടീച്ചർ. എന്താന്ന് അറിഞ്ഞൂടാ. തല കറങ്ങും. ആ പിടിച്ച് 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 നമുക്ക് നാളെ പേപ്പർ കൊടുത്താ പോരെ? അല്ലല്ല, ഞാൻ ഇന്ന് നിന്റെ പേപ്പർ തരാം. ആദ്യം നിന്റെതാണ് ലാസ്റ്റ് ഇരുന്ന്, ആദ്യം തരാം. അയ്യോ ആദ്യം തരാൻ പോണോ? ആദ്യം നിന്റെ പേപ്പർ തരാം. അപ്പൊ വേണ്ട, അവസാനം തന്നാ. ചെറുതായിട്ട് നീ വാങ്ങിച്ചിട്ട് പോ. അല്ല ടീച്ചർ, ഇപ്പൊ ചെറുതായിട്ട് മാറ്റും. എന്നാ പോയി രാവിലെ ഓരോ നമ്പറായിട്ട് വന്നോളും. സൈലൻസ്. ആദി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 50-ൽ 5. ഇത് എന്തുവാടാ ഇത്? ഒരു പേപ്പറും അതിലൊരു ടാഗും. ടീച്ചറെ എല്ലാരും കുറെ പേപ്പറും ടാഗൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹം മൂത്തങ്ങ് വെച്ച്. ഞാൻ അവനോട് ഹാർട്ട് വരയ്ക്കാനാ ക്വസ്റ്റ്യൻ വന്നത്. ലവിൽ അമ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷനും ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ കേട്ടോ? വായിക്കടാ, വായിക്കേ, വായിക്കടാ, വായിരടാ. ആ വായിക്കയില്ലേ? ഞാൻ വായിക്കാം. ഒന്നുമില്ല ടീച്ചറെ. ഹൃദയവും ഹൃദയവും ഹൃദയത്തിന്റെ ഡെഫിനിഷൻ ആർക്ക് വേണ്ടി എഴുതിയത്? ടീച്ചർ ഈ ആദ്യമാണെങ്കിലേ എന്നും ഇതുപോലെ ഹാർട്ടിൽ അമ്പ് വരച്ച് രഹനയ്ക്ക് കൊടുക്കാറുണ്ട്. അവിടെ പോയി അവൻ എന്ന് സ്കൂളിൽ വിട്ട് പോകുമ്പോഴേ എനിക്ക് ഇതെനക്കൊന്ന് വരച്ചു തന്നിട്ടാ പോണേ. ഇപ്പൊ എന്റെ വീട്ടിൽ ഇത്രേ ഉണ്ട്. അത്രയും അമ്പിട്ട് വെച്ചിട്ടുണ്ടാ രണ്ടും കൂടാ? 8-ൽ എത്രാമത്തെ വട്ടം? 2 വട്ടമായി നീ എട്ടിയിരിക്കുന്നു. രണ്ടും കൂടെ അമ്പിട്ട് 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 അവിടെ ഇരുന്നോ. ഇനിയും വർഷങ്ങളുണ്ട്, ഇട്ട് അവിടെ ഇരുന്നോ. അടുത്തത് മുന്നി. നീ സൂപ്പറാ. 50-ൽ 3. കടൽപ്പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ. ആൻസർ നീ വായിക്ക്. വായി. നക്കി നോക്കിയാൽ മതി, ഉപ്പിട്ടെങ്കിൽ അത് കടൽ പാമ്പ്. നക്കി നോക്കിയാ മതി, ഉപ്പുണ്ടെങ്കിൽ കടൽ പാമ്പ്. പോയിരി പോ, നിന്നെ ഞാൻ എടുത്തോളാം. 50-47. നല്ല കുട്ടി. 3 മാർക്ക്. എന്റെ പൊന്നുമോളെ, ദഹന പ്രക്രിയ തെറ്റിപ്പോയി. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ടീച്ചർ ഫുൾ മാർക്ക് തരാം. കുഴപ്പമില്ല പൊന്നെ. ടീച്ചർ അടുത്ത പ്രാവശ്യം ദഹന പ്രക്രിയ തെറ്റിയിട്ടാ. ടീച്ചർ എനിക്ക് അറിയാം ദഹന പ്രക്രിയ. അതെങ്കിലും അറിയാലോ. ഞാൻ ഇന്നലെ രാത്രി ഉറക്കെഴുതിട്ടിരുന്ന് പഠിച്ചതാ. അല്ല പറ. വലത്തെ കൈയിൽ തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ദഹന പ്രക്രിയ. വലത്തെ കൈയിൽ തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന പ്രക്രിയ ദഹന പ്രക്രിയ. അയ്യോ ടീച്ചർ, ഞാൻ പൊന്നുമോക്ക് പേപ്പർ വേണ്ടേ? വാ. നല്ല വാലൊക്കെ ഇട്ട് വരച്ച് സെറ്റ്. സമയം കിട്ടുന്നുണ്ടാ? 7:30 തുടങ്ങും, 9:30 തീരും. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ എഴുതി? നല്ല എളുപ്പമായിരുന്നു ടീച്ചർ. ആണല്ലോ. ഞാൻ ഫുള്ളും എഴുതി. കൊറേ പേപ്പർ ഉണ്ട്, 10-20 പേപ്പർ ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത്. നേരെ പിടി. ഹാൻഡിൽ വിത്ത് കെയർ. അതെന്താ ടീച്ചർ? തറ വീണ പൊട്ട് മുട്ട. 50-ന് 0. ടീച്ചർ എന്തോ എന്നോട് ദേഷ്യം കൊണ്ട് ചെയ്തതാ. ഞാൻ നന്നായിട്ട് എഴുതിയതാ. ഞാൻ ചോദിക്കട്ടെ. 5-ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാൻ വയ്യ, ആൻസർ എനിക്ക് അറിയാൻ വയ്യ. നീ തന്നെ വായിച്ച് നീ തന്നെ ഉത്തരം പറയാ. വായി. മണിപ്രവാളം എന്നാൽ എന്ത്? മണിപ്രവാളം എന്നാൽ എന്ത്? ഉത്തരം വായി. പരീക്ഷ ഹാളിൽ കയറാൻ നേരം മണി അടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വെപ്രാളമാണ് മണിപ്രവാളം. അത് വിട്. ഞാൻ നിന്റെ ഏത് ടീച്ചർ? ബയോളജി ടീച്ചർ തന്നെ അറിയാം. എന്നിട്ടാണ് ഇതിലുള്ള ഹിസ്റ്ററി പൊണ്ണ തെറ്റ് മൊത്തം നീ എഴുതിയത്. മുഴുവൻ ഹിസ്റ്ററി എവിടെ നിന്ന് വന്നത്? ടീച്ചർ ഇത് പറ്റിയതേ
അന്ന് എക്സാമിന്റെ അന്ന് 2 എക്സാം ഉണ്ടായിരുന്നു, ബയോളജിയും ഹിസ്റ്ററിയും. ഞാൻ 2 പോക്കറ്റിലായിട്ട് ബിറ്റ് വെച്ചായിരുന്നു. അപ്പൊ എടുത്ത് എഴുതിയപ്പോ ബയോളജിയുടെ ഹിസ്റ്ററിയിലും ആയിപ്പോയി, ഹിസ്റ്ററിയിലെ ബയോളജിയിലും ആയിപ്പോയി. ടീച്ചർ അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ പേപ്പർ കൊണ്ടുവന്ന് ഹിസ്റ്ററി ടീച്ചറിന് കൊടുത്തിട്ട് ആ പേപ്പർ ടീച്ചർ വാങ്ങിച്ചിട്ട് അപ്പൊ ടീച്ചർ ഇത് ഫുള്ളും ശരിയിടും, മറ്റേ ടീച്ചറും ഫുള്ളും ശരിയിടും. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക്. ആ കളി കൊള്ളാം. എവിടെയാണ് മാറ്റി എഴുതാൻ പോയി ടീച്ചറിന്റെ വീട്ടിൽ റൂമില്. ടീച്ചർ ഞാൻ പറഞ്ഞില്ല ടീച്ചർ. ഒന്നുകിൽ നീ ഈ സ്കൂളിൽ നിന്ന് വെളിയിൽ, അല്ലെങ്കിൽ ഞാൻ വെളിയിൽ. എനിക്കിനി നിന്നെ പഠിപ്പിക്കാൻ വയ്യ. ടീച്ചർ ഞാൻ ഒരു കാര്യം പറയട്ടെ. ടീച്ചർ, ഞാൻ ഒരു കാര്യം കൂടെ, ഒരു കാര്യം. ഇന്നലെ എന്റെ മാത്സ് പേപ്പർ കിട്ടിയായിരുന്നു. അപ്പൊ അതില് കെമിസ്ട്രി ആയിരുന്നു ഇതേപോലെ എഴുതി വെച്ചിരുന്നു. അപ്പൊ എന്നെ പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇനി എന്തെങ്കിലും കുഴപ്പമായിട്ട് വന്നാ നിനക്ക് TC തരുമെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞു, ഒന്നീ നീ പുറത്തല്ലെങ്കിൽ ഞാൻ അകത്ത്. എന്നെ കൊണ്ടുപോകാൻ ടീച്ചർ.